ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ശറഹുൽ ഹംസയുടെ 10ാമത്തെ ക്ലാസ്. ഇന്നമാ മസ്സലു സിഫാതിക ലിന്നാസി കമാ മസ്സലൻ നുജൂമൽ മാഉ. നിന്നാസി വരെ നമ്മൾ വിശദീകരിച്ചു. കമാ മസ്സലൻ നുജൂമൽ മാഉ എന്നതിന്റെ വിശദീകരണം. അവിടെ കാഫുണ്ടല്ലോ, കാഫ് എന്താണ്? നായത്താണ്, സിഫത്താണ്. എന്തിന്? ലി മസ്തരിൻ മഅദൂഫിൻ മഫ്ഊലി മുത്ലഖിൻ ലി മസ്സലു. മസ്സലു എന്ന പേരിനുള്ള മഫ്ഊല് മുത്ലഖ് ഉണ്ട്. ആ മഫ്ഊല് മുത്ലഖ് കളയപ്പെട്ടു. ആ കളയപ്പെട്ടത് മസ്തറ. അങ്ങനത്തെ മസ്തറിനുള്ള സിഫത്താണ് കാഫ്. അപ്പൊ എന്തായിരിക്കും അർത്ഥം വെക്കുക? എങ്ങനെ സങ്കല്പിക്കുക? ആ അമ്പിയാക്കൾ എന്തായി രൂപാന്തരപ്പെടുത്തി നബിയുടെ സിഫത്തുകളെ തംസീലൻ, ഒരു രൂപപ്പെടുത്തിയതുപോലെ മിസില എന്ന് സങ്കല്പിച്ചെടുക്കുക. മാ മസ്തരിയായിട്ട് വെക്കുക. അപ്പൊ മിസില. അപ്പൊ കമ മസ്തരൻ നുജൂമൽ മാഉ എന്ന വെള്ളം നക്ഷത്രത്തെ രൂപപ്പെടുത്തിയതുപോലെ രൂപപ്പെടുത്തൽ ആ അമ്പിയാക്കൾ നബിയുടെ സിഫത്തുകളെ രൂപപ്പെടുത്തിയെന്നായി അർത്ഥം. പിന്നെ ഇവിടെ മാ എന്നുണ്ട്. അസ്ലുഹു, മാഇന്റെ അസ്ല് മവഹ് എന്നാണ്. ബി തഹരീക്ക് അർക്കത്ത് കൊടുത്തു വായിക്കുമ്പോൾ മവഹ്. പിന്നെ ഇവിടെ ഹംസ ഉണ്ടല്ലോ. അപ്പൊ ഹംസത്തു, മായിൽ ഹംസ വന്നത് അത് ബദലു മിനൽ ഹായി, ഹായിന് പകരാ. ആയിനെ കളഞ്ഞു, അപ്പൊ ഹംസയായി. ബഹുവ, ഈ മാ എന്ന് പറയുന്നത് ജൗഹറാണ്. ജൗഹറാവുമ്പോ നിറണ്ടോ അല്ലേ? തർക്കം. കീല പറയപ്പെട്ടു ലാ ലൗന ലൗ, വെള്ളം ജൗഹറാണ്, അതിന് നിറമില്ല. വൈന്നമായത്ത കയ്യവോ ബി ലൗനി മുഖാബലി. പിന്നെ കാണുന്ന വർണ്ണം, അതിനോട് നേരിടേക്കുന്ന വസ്തു എന്താണോ ആ വസ്തുവിനുള്ള വർണ്ണം കൊണ്ട് ഇത് വർണ്ണമായി തീരും. കറുപ്പാണി കറുപ്പാവും. വെള്ളം കലക്കുമ്പോ കളറ് കലക്കിയാൽ ആ വെള്ളത്തിൽ കളറുണ്ടാവും, അല്ലാതെ കളറില്ലാതെ തീരാ. വല്ലാക്കു ഖിലാബു, എന്നാൽ യഥാർത്ഥം ഇതിനെതിരാവും. കളർ ഉണ്ട് എന്നാ. ഹക്ക് കളറുണ്ടെന്ന് വെക്കുമ്പോ പിന്നെ അവിടെ ഏത് കളറാന്നാ? ഖീല പറയപ്പെട്ടു അബിയൊന്ന് വെളുപ്പാണെന്ന്. അല വക്കീല പറയപ്പെട്ടു കറുപ്പാണ്. ഈ രണ്ടാലൊരു കളറാണ് എന്നാ. ഇനി നമുക്കിവിടെ ചർച്ച എങ്ങനെയാണ് ഇത് വിശദീകരിച്ചു വരുമ്പോ അത് അർത്ഥം വെക്കുക. വൽ മഅന അല അന്ന ളമീറ അലിൽ അംബിയായി. മസ്തലു എന്നതിലെ ദമീറിനെ അംബിയാക്കളിലേക്ക് മടക്കുക. അത് പ്രകാരം അർത്ഥം അന്നമാ ഷാറകഹും ഫീഹി മിന സിഫാത്തി, അംബിയാക്കളോട് നബിതങ്ങൾ കൂറായ ആ വിശേഷണം. വൈൻ കമുലത്ത്, ആ വിശേഷണങ്ങൾ പരിപൂർണമാണെങ്കിൽ പോലും ലം യസിൽ അദ്നാഹ വൈറുഹു, അമ്പിയാക്കളല്ലാത്തവരൊന്നും ആ സിഫാത്തുകളിൽ നിന്ന് എന്താണ് ഏറ്റവും താഴ്ന്നതിലേക്ക് എത്തിയിട്ടുള്ള ഒരു മാത്രമേ ചേർന്നിട്ടുള്ളൂ. അങ്ങനത്തതായിരിക്കുന്ന പരിപൂർണ സിഫാത്തുകളിലാണ് നബിത്തങ്ങൾ അവിടെ കൂറായത്. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാല് അന്നഹും ഫീഹി, മഹാനായ നബിത്തങ്ങളിൽ ആ വിശേഷണങ്ങൾ ബലഗത്തുൽ കമാലി, പരിപൂർണതയിൽ അത് എത്തി. മഹ്ലൂക്കും, ഒരു മഹ്ലൂക്കും ആ ഒന്നിന് എത്താൻ കഴിയൂല. അത്രയും വലിയ പരിപൂർണ സിഫത്ത് നബിക്കുണ്ട്. അപ്പൊ നബിക്കുള്ളതായിരിക്കുന്ന ആ സിഫത്തിൽ ആരും എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറ്റമ്പിയാക്കൾക്കുള്ള എല്ലാ സിഫത്തിന്റെ പരിപൂർണ നബി എത്തിയിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫീഹി ഹഖീഖത്തുൻ, അപ്പൊ പിന്നെ നബിയിൽ ആ സിഫത്തുകൾ എന്തായും യഥാർത്ഥമാണ്. ഏതുപോലെ? നുജൂമുൽ ഹഖീഖത്തിൽ മർഇയ്യത്തി ബിഗൈരി ഹായിലിൻ, മറയൊന്നുമില്ലാതെ നേർക്കുനേരെ കാണുന്ന യഥാർത്ഥത്തിൽ നുജൂമിനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ അമ്പിയാക്കളിലേക്ക് ലമീർ മറക്കി അർത്ഥം വെക്കുന്നു. എന്നാ ഒഫീഹിം, അമ്പിയാക്കളുടെ കൂട്ടത്തിലുണ്ട് കസുവരിൻ നുജൂമി, നക്ഷത്രങ്ങളുടെ രൂപം പോലുള്ളവരുണ്ട്. അല്ലത്തി, എങ്ങനത്തെ നക്ഷത്രം? തുറാബിൽമായി, വെള്ളത്തിൽ ആ നക്ഷത്രത്തെ കാണുന്നു. ദൂരെ ഹഖീഖത്തിഹ, അതിന്റെ ഹഖീഖത്ത് കാണുക വെള്ളത്തിൽ. ഇങ്ങനെ ഹഖീഖത്ത് കാണാതെ രൂപം മാത്രം കാണുന്ന കൂട്ടരും അമ്പിയാക്കളെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശത്താനം ആ ബൈനഹുമാ, ഹഖീഖത്ത് അതുപോലെ തന്നെ സൂറത്ത്, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള വ്യത്യാസം വളരെയധികം വ്യത്യാസമുണ്ട്. പിന്നെ ഇവിടെ മസ്സലു എന്ന് പറഞ്ഞു, അമ്പിയാക്കൾ രൂപപ്പെടുത്തിയതാണ്. ഇസ്നാദാലിക്ക തസ്വീർ ഇലയും, ഈ രൂപപ്പെടുത്തലിനെ അമ്പിയാക്കളിലേക്ക് ചേർത്തത്. അലാഹാദ, ഈ ഹഖീഖത്ത് എന്ന നിലപ്രകാരം അവരിലേക്ക് ചേർത്തത് മജാസുൻ അഖിലിയുൻ, അത് അഖിലിയായ മജാസാണ്.
അല്ലാതെ യഥാർത്ഥത്തിൽ ഓരല്ലല്ലോ രൂപാന്തരപ്പെടുത്തുന്ന ഓരല്ല അത് തന്നെയല്ലേ. പക്ഷെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നല്ലേ. അപ്പൊ അവിടെ മജാസിയാണെന്ന് വെക്കുക. ഏതുപോലെയൊക്കെ ഖൗലുൽ മുവഹ്ഹിദി, അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ഒരു തൗഹീദുള്ള ഒരാള് പറയാം 50 റബീഉൽ ബഖല. അയാളെ വിശ്വാസം 50 റബീഉൽ ബഖല റബീ മുളപ്പിച്ചു അല്ല, അവിടെ മജാസാണ്. എന്നതുപോലെ അമ്പിയാക്കൾ രൂപപ്പെടുത്തിയെന്ന് പറയും യഥാർത്ഥത്തിൽ അമ്പിയാക്കളെ രൂപാന്തരപ്പെടുത്തുന്ന അല്ല, അവ മജാസ് എന്ന് വെക്കുക. അപ്പൊ യാത്തമ്മിലു ഇനി ഹിത്തിമാലുണ്ട് ഇവിടെ. അന്നോ നിശ്ചയമായിട്ടും ലമഹവിധാരിക്ക, ഈ പറഞ്ഞ രൂപാന്തരം കൊണ്ടൊക്കെ എന്തായി തിളങ്ങിപ്പോയി. ഇലാമ എത്തിച്ചേർന്നു. ഇലാമ ഉലിമ മിൻ ഹാലിൽ അമ്പിയായി, അമ്പിയാക്കളുടെ അവസ്ഥകളിൽ അറിയപ്പെട്ടത്. ആ അറിയപ്പെട്ടതിലേക്ക് എന്തായെന്നറിയാമോ, ഈ പറഞ്ഞ കാര്യം കൊണ്ട് ചേർന്നുപോയി എന്നും ഹിത്തിമാലുണ്ട്. എന്ത് അന്നകും നിശ്ചയമായിട്ടും നാത്തു സിഫാത്തുൽ കരീമ, അബീബായ നബിതങ്ങൾ വിശേഷണങ്ങളെ അവർ വിശേഷണം നൽകി ലി ഉമമിഹിം, അവർക്കുള്ള സമുദായത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ സവറുഹാലവും അവർക്ക് രൂപപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ലാക്കിന്നവും എങ്കിലും അമ്പിയാക്കള്, മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കള് മാതാലിക്ക ഇതൊക്കെ കാണിച്ച് പറഞ്ഞു കൊടുത്തോടൊപ്പം തന്നെ ലം യസ്ലു അവരാരും ചേർന്നിട്ടില്ല ഈ തസ്വീരി കുൻഹിഹ, ഹബീബ നബിതങ്ങൾക്കുള്ള യഥാർത്ഥ സിഫത്തിന്റെ ഹഖീഖത്ത് എന്താണെന്ന് രൂപപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ലി അദിമിഹാത്വത്തിഹിം ബിഹി, ഹബീബായ നബിയുടെ ഹഖീഖത്ത്, ആ ഹഖീഖത്തിനെ ചുറ്റി അറിയാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങനെയും വരാം. ഓ ഇന്നമാ വഴത്തുമാ വസലു ഇലഹി, അപ്പൊ പിന്നെ അവർ എത്തിച്ചേർന്നതിന്റെ ആകെ തുക നോക്കിയാൽ അങ്ങേയറ്റം തസ്വീർ ഒരു രൂപപ്പെടുത്തലാണ്. എങ്ങനെ? തസ്വീർ സുവരിഹ അൽ ആക്കിയത്തിൽ മവാദീഹ, ആ നബിക്കുണ്ടാകുന്ന വിശേഷണങ്ങളുടെ തുടക്കത്തെ ഉദ്ധരിച്ച് തരുന്ന രൂപങ്ങളുണ്ട്. അത്തരം രൂപങ്ങളെ രൂപാന്തരപ്പെടുത്തുക അതിന് മാത്രമേ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഏതുപോലെ കമ അന്നൽ മാ അല്ലം യഹീമിൻ നുജൂമി ഇല്ലാ മുജറദ് സുവരിഹ ലാ വൈറു, വെള്ളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിനെ വെള്ളം എന്താണ് ഇതിനെ ഇവിടെ ഉദ്ധരിച്ചു തരുന്നത്? വെറും അതിന് രൂപം എന്നല്ലാതെ ഹഖീഖത്തൊന്നും കാണുന്നില്ലല്ലോ. എന്നതുപോലെ തന്നെ നബി തങ്ങളുടെ വിശേഷണത്തിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അത്രയും ഉയർന്നു നിൽക്കുന്നു നബി എന്നതാണ്. അത്രയും ഹഖീഖത്ത് നബിക്കുണ്ട്, അത് തിരിഞ്ഞിട്ടില്ല അവർക്ക് പോലും. അതാണ് നബിന്റെ ഉന്നതി. വഫീ ഹാദാ മിനൽ അബ്ലഗിയ്യത്തി ബിൽ മദ്ഹി മാലായഫ, ഹബീബായ നബി തങ്ങളെ ഈ വെയ്ത്തില് അങ്ങേറ്റം മദ്ഹ് ചെയ്തതിലുണ്ട് നിഗൂഢമാവാത്ത പല കാര്യം ഇതിലുണ്ട്. എന്താ കാരണം നിഗൂഢമാവാത്തതിലുണ്ട് പറയാൻ കാരണം? അന്നൽ അംബിയാമ കമാലിഹിമുൽ അക്ബർ, അംബിയാക്കൾ പരിപൂർണന്മാരാണല്ലോ. അതോടൊപ്പം തന്നെ അംബിയാക്കള് ഇദാ അജസു ഇൻ ഇദ്റാക്കി അഖായിഖി സിഫാത്തിൽ അലിയ, ഹബീബായ നബി തങ്ങളുടെ മേലെയായ വിശേഷണത്തെ ശരിക്ക് അതിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കാൻ കഴിയാതെ വന്നു അവര് പോലും. അങ്ങനെ വരികയാണെങ്കിൽ കാന വയറും ആജസ, അമ്പിയാക്കളല്ലാത്ത നമ്മളെ പോലത്തെ ആൾക്കാർ എന്തായാലും അശക്തന്മാരായില്ലേ. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ പറയാൻ പറ്റൂല ഹാദാ ഈ ബൈത്ത് യസ്തഗ്നി അൻഹു, ഇതിനെ തൊട്ട് ആവശ്യം തീരുമല്ലോ. ബിമായി എത്തി ഒരു ബൈത്ത് വരുന്നുണ്ട് ബി ഖൗലി മുസന്നിബിന്റെ, ഈ പാട്ടുകാരന്റെ കവിത രചിച്ച മഹാനവരുടെ വാക്കിലൂടെ ഒരു ബൈത്ത് വരുന്നുണ്ട്. ആ ഒരു ബൈത്ത് കൊണ്ട് ഇത്തരം വിഷയത്തെ തൊട്ട് ആവശ്യം തീരുമല്ലോ. പിന്നെ എന്തെങ്കിലും ഇവിടെ പറഞ്ഞു എന്നാ അങ്ങനെ പറയാൻ പറ്റൂല. എന്താ ബൈത്ത്? ഇത് പോരേന്നാ. പിന്നെ ഇന്നമാ മസ്ഫൂർ പോലെ പറയേണ്ട ആവശ്യം എന്താ? അത് രണ്ടും രണ്ട് തന്നെയാ. അന്നതാലിക്ക നിശ്ചയമായിട്ടും ആ ബൈത്ത് ഈ മുത്തലക്ക് തബിശീരിയും അന്നൂസ യൂജതു, നബി തങ്ങൾ പിന്നീട് ഉണ്ടാകുന്ന അറിയിക്കൽ മാത്രമേ ഉള്ളൂ, സന്തോഷം നൽകല്, സുവിശേഷം അറിയിക്കുന്ന നബി വരുമെന്ന്. വേറൊന്നും അതിലില്ല. വഹാദ ഈ ബൈത്ത് ഈ ബയാനി സിഫാദി ദാലിക്കൽ മുബശ്ശിർ ബിഹി, ആ സന്തോഷം നൽകപ്പെടുന്ന നബിയോട് വരുമല്ലോ, ആ നബിക്കുള്ള വിശേഷണത്തെ വിശദീകരിക്കലാണ് ഈ ബൈത്തിലുള്ളത്. ഇങ്ങനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചത് മസ്തലു എന്നതിലെ ലമീറിനെ അമ്പിയാക്കളിലേക്ക് മടക്കിയെടുത്തതാ. അല അന്നകുലിൽ വാസിഫീന, ഇനി അമ്പിയാക്കളല്ല നബിതങ്ങളെ സിഫത്തുകളെ വർണ്ണിക്കുന്ന ആളുകൾ വർണ്ണിച്ചു എന്നതിലേക്ക് വാസിഫീകളിലേക്ക് ലമീർ മടക്കുന്നതെങ്കിൽ അതനുസരിച്ച് അന്നഹും നിശ്ചയമായിട്ടും നബിനെ വിശേഷണം നൽകുന്ന പാടി പുകഴ്ത്തി പറയുന്ന ആ
വാശിഫീങ്ങൾ. വൈൻ അക്തറുൽ ഔസാഫ, അവർ വിശേഷണം ഒരുപാട് അധികരിപ്പിച്ചു. പത്തഫന്നനു, പല വിഷയത്തിലാക്കി കൊണ്ടുവന്നു. ഈ ഇറാദിക, ആ വിശേഷണം കൊണ്ടുവരുന്ന വിഷയത്തിൽ പല ഫന്നുകളാക്കി. അലാ അബല അൻവായി ബലാഗത്തി, സാഹിത്യാലങ്കാരത്തിന്റെ പല ഇനങ്ങളുമുണ്ട്. അത്തരം ഇനങ്ങൾ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു സാഹിത്യത്തിന് വേണ്ടി കൊണ്ടുവന്നത്. അക്കമ്മലി കവാനീന ഫസാഹത്തി, അതുപോലെ അറബി കലാമിന് ഫസാഹത്ത് ഉണ്ടാവുക. ആ ഫസാഹത്തിന് നിയമങ്ങളുണ്ട്, അങ്ങേയറ്റ നിയമത്തിന്റെ പരിപൂർണമായ നിയമം. അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവന്നു. അങ്ങനെ അവർ കൊണ്ടുവന്നെങ്കിലും നബിതങ്ങളെ മതുക് ചെയ്ത് വർണ്ണിക്കുന്ന ആളുകൾ അവസാനം വായത്തും ആ വസറുയിലേക്ക് ഇത്രക്കോൽ കൊണ്ടുവന്ന് വർണ്ണിച്ചാലും അവർ അവസാനം എത്തിച്ചേർന്നത് എവിടെയെന്ന് നോക്കിയാൽ അവർ എത്തിച്ചേർന്നൊരു അറ്റം ചിന്തിക്കുകയാണെങ്കിൽ അൻ അതുറക്കോൽ അവാഇഹ മിൻഹ, ആ വിശേഷണങ്ങൾ എന്താണോ തിളങ്ങിയത് ആ തിളക്കം മാത്രമേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. അജസു അൻ ഇദ്റാഖി ശൈഇൻ മിൻ അഖായിഖിഹ, ആ വർണ്ണങ്ങൾ, ആ വിശേഷണങ്ങൾ, അതിന്റെ ഹഖീഖത്ത് ഒന്നിനെയും മനസ്സിലാക്കാൻ അത് വർണ്ണിച്ചു വന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഏതുപോലെ അതിന് കമാന്ന ഓയത്ത മയ്യറന്നുജൂമഫിൽമായി, വെള്ളത്തിൽ തിളങ്ങിക്കാണുന്ന നക്ഷത്രത്തെ നോക്കിയിട്ട് കണ്ടവൻ അവൻ അവസാനം എത്തിയത് അന്നുഹു യുദീക്കും അവാദിയ ഉസാഫിഹ, ആ നക്ഷത്രങ്ങൾക്കുള്ളതായ വിശേഷണമുണ്ട്. ആ വിഷയ തുടക്കം എന്താണോ തിളക്കം, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ നക്ഷത്രത്തിന്റെ ഹഖീഖത്തുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുപോലെയാണ് ഹബീബായ നബി തങ്ങളെ വർണ്ണിക്കുന്ന ആളുകൾക്ക് പോലും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് സാരം. അപ്പൊ രണ്ട് നിലക്ക് നോക്കിയാലും നബിന്റെ ഹഖീഖത്തിലേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. വഖദ് സറഹൻ നാളിമു ആദാബി ഖൗലി ബി ബുർദത്തിൽ മദീഹി, ഹബീബ നബിയെ വർണ്ണിച്ചു പാടുന്ന ബുർദ എന്ന് പറയുന്ന ബൈത്തിൽ അതിന്റെ നാദിമായിരിക്കുന്ന ബൂസൂരി ഇമാം തങ്ങൾ ഈ ബൈത്തിനെ വ്യാഖ്യാനിച്ച് പറയുന്നു, അയ്യൽ വറഫഹുമനാഹൂന്ന്, ഹബീബായ നബി തങ്ങൾക്ക് കുറിച്ചുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സൃഷ്ടികളാകെ ക്ഷീണിപ്പിച്ചു പോയി കഴിഞ്ഞിട്ടില്ല എന്നാണ്. വാദൽ ബൈത്തും നമ്മൾ പറഞ്ഞ ഇന്നമാ മസൽ എന്ന് പറയുന്ന ബൈത്ത്, അതിനും ജുംലത്തി തെതിയിൽ എന്ന് പറയുന്ന ഒരു സ്വഭാവം അറബി വ്യാഖ്യാന ആലങ്കാരിക ശാസ്ത്രത്തിലുണ്ട്. മുമ്പ് പറഞ്ഞു അതിനൊന്നും കൂടി കോന്തലാക്കി കൊണ്ടുവരുന്നതൊക്കെ പറയലോ. ബിനാൻ അല മാനൽ അവൽ, ഒന്നാമത്തെ അർത്ഥത്തിന്റെ മേലെടുത്തിട്ട്, അതായത് നബി തങ്ങളെ വർണ്ണിച്ച് മനസ്സിലാക്കിയ അമ്പിയാക്കള് അതിന്റെ മേലെടുത്തുകൊണ്ട് പറയുമ്പോ, അതിന്റെ ഒന്നാമത്തെ വാരെടുത്ത് പറയുമ്പോ ഇത് തൃതിയിലായിട്ട് വരും ഈ ബൈത്ത്. കാരണം ലി അന്നഹു ബുർഹാനും ദാഹിർ അലാമ ഖദ്ദമഹു, ഈ ബൈത്തിന്റെ മുമ്പ് കഴിഞ്ഞൊരു ബൈത്തുണ്ട്. ആ ബൈത്തിൽ മുന്തിക്കഴിഞ്ഞ എന്താ, മിൻ നബീൽ മുസാവാത്ത്, നബിനോട് മറ്റുള്ളവർക്കും സമമാകാൻ കഴിയില്ല എന്ന് നബിയ, അതിന്റെ മേൽ ബുർഹാനായിട്ട് നിൽക്കും ഇപ്പൊ ഈ പറഞ്ഞ ബൈത്ത്. മാത്രമല്ല ബിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിലുള്ളത് അൽ ഖസീദത്തു കുല്ലുഹ ബുർഹാൻ അലാ മത്ലഇഹ, ഓരോ ബൈത്തുകളും ഓരോ പാട്ടുകളൊക്കെ അത് അതിന്റെ എന്താണോ വെളിവാകുന്നെങ്കിൽ ആ വെളിവാകുന്നതിന് മേൽ തെളിവായി നിൽക്കുന്ന ഒന്നാണ്. സറവും ബയാനും ലഹു, അതിന്റെ എന്താണോ അതിന് വെളിവാകുന്ന അതിനെ വ്യാഖ്യാനിക്കുകയും വെളിവാക്കി തരികയും ചെയ്യുന്നതാണ് എല്ലാ ബൈത്തും യഥാർത്ഥത്തിലുള്ളത്. അപ്പൊ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞു. ഇനി വലമ്മ കററ, ഉറച്ചപ്പോൾ എന്തുറച്ചു, അന്നമാ ഊത്തിയഹു, മഹാനായ നബി തങ്ങൾക്ക് നൽകിയത് മിനൽ മസായ സ്ഥാനങ്ങൾ ലാ തുദ്റകു ഓയാത്തുക, അതിന്റെ ഓയത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂല. അത്രയും വലിയ സ്ഥാനമാനങ്ങളും വിശേഷണം ഉള്ള ആളാണ് നബി. ബൽ വല അക്കായിക്കുക, അത് അറ്റം പോട്ടെ ഹഖീഖത്ത് പോലും മനസ്സിലാക്കാൻ കഴിയൂല. ഇത് ഉറച്ചപ്പോൾ ജാതദാലിക തഖ്രീറൻ വ തംകീനൻ ഫിൻ നുഫൂസി, ഹൃദയത്തിൽ അത് ഒന്നും കൂടി സൗകര്യപ്പെടുത്തി അതിനൊന്നും കൂടി തക്രീറാക്കുക, ആ തക്രീറിനെയും തംകീനിനെയും അത് കൂടുതലാക്കി തന്നപ്പോ പിന്നെ പറയാൻ നല്ലതെന്താ നബിനെ വർണ്ണിച്ച് പറയാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് വഖാല മുസനി പറയുന്നു പാട്ടുകാരൻ, അന്ത മിസ്ബാഹു കുല്ലി ഫളിൻ ഫമാ തസ്ദുറു ഇല്ലാ അല്ലാഹുകൽ ലദ്വാഉ. ഇത് നാലാമത്തെ ബൈത്ത് അങ്ങനെയാ.
ഇനി നബിനെ വർണ്ണിക്കാൻ കഴിയണില്ല, അവസാനം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞിടാൻ തുടങ്ങി. ഇതിന്റെ അർത്ഥം നാളെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.